ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കാതെ ഒത്തുകളിച്ച് പോലീസ്. പരാതി നൽകി 2 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നിസ്സംഗത തുടരുകയാണ്. വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് ലീഗ് പ്രതികരിച്ചിട്ടുണ്ട്. മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ തീവ്രവാദികളാണെന്നായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. ജനുവരി 6 നടന്ന ചാനൽ ചർച്ചയിലാണ് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് വർഗീയ വിഷം തുപ്പിയത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്. ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് ജോർജ് ചർച്ചയിൽ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി, കെ.ടി. ജലീൽ, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും പി.സി. ജോർജ് ആരോപിച്ചു. ഇക്കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിലാണ് ആരോപിച്ചത്. ഇവ ചൂണ്ടിക്കാട്ടിയാണ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഇതുവരെ പരാതിയിൽ പോലീസ് ചെറുവിരൽ അനക്കിയില്ല. പെരുമ്പാവൂരിൽ SDPIയും പോലീസിൽ പരാതി നൽകിയിരുന്നു. ജോർജിനെ സംരക്ഷിക്കുന്ന പോലീസ് സമീപനത്തിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും നടപടികൾ കടുപ്പിക്കാനാണ് വിവിധ മുസ്ലിം സംഘടനകളുടെ തീരുമാനം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പി.സി. ജോർജിന്റെ പ്രസ്താവന. തുണി പൊക്കി നോക്കി മുസ്ലിമല്ലെന്ന് കണ്ടാൽ കൊല്ലുന്നതാണ് അവരുടെ രീതിയെന്ന് പി.സി. ജോർജ് പറഞ്ഞു. ജനം TV ചർച്ചയിലായിരുന്നു ജോർജിന്റെ അധിക്ഷേപം. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയും കെ.ടി. ജലീലും SDPIയും PDPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം യോഗം ചേർന്നുവെന്നും 44,000 വോട്ടാണ് കോൺഗ്രസിനായി ഒരുമിച്ച് ചെയ്തതെന്നും അങ്ങനെയാണ് ബി.ജെ.പിയെ തോൽപ്പിച്ചതെന്നും പറയുന്നുണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി മാന്യനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് കേരളത്തിലെ മുഴുവൻ ഓഫീസുകളും മുസ്ലിങ്ങൾ കയ്യേറിയതെന്നും കേരളത്തിലെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾ കൊള്ളയടിക്കുകയാണ്. ഇത് പച്ചക്ക് പറയാൻ പി.സി. ജോർജിന് ഒരു മടിയുമില്ല. മുസ്ലിങ്ങൾക്ക് മറ്റു മതസ്ഥരോട് സൗമനസ്യവുമില്ല. മുസ്ലിങ്ങൾക്ക് ഇന്ത്യയല്ല പാകിസ്ഥാനാണ് വേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്നും പി.സി. ജോർജ് പറഞ്ഞു. ഈ പ്രസ്താവനയ്ക്കെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ ഒത്തുകൂടി നിലപാട് കടുപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.